സാറേ, സാർ തിരുവനന്തപുരത്തേക്ക് പോയില്ലേ? തിരുവനന്തപുരത്തേക്കോ? എന്തിന്? സ്കൂളില് യാഴിനിയുടെ മുത്തശ്ശിക്ക് ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞ് പ്യൂൺ യാഴിനിയെ വിളിച്ചോണ്ട് പോയല്ലോ. മുത്തശ്ശിക്ക് സുഖമില്ലെന്നോ? എന്തോ മോളെ പറയുന്നത്? എന്താ ഇങ്ങനെ പറയുന്നത്? ഒന്ന് ശാന്തമായിരിക്കേ. ആ കുട്ടി അത്ര മനസ്സിലാക്കിയിട്ടുള്ളൂ. സ്കൂളില് യാഴിനി എങ്ങനെയാണ്? അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വഭാവത്തിൽ മദർ തെരേസയാണ്, ധീരതയിൽ ഝാൻസി റാണി. അതാ നമ്മുടെ യാഴിനി. ശരി, നീ ഒന്ന് തെളിച്ചു പറ, എന്താ അവിടെ സംഭവിക്കണം? എന്ത് സംഭവിക്കുന്നെന്നോ? ഇന്ന് 50% പ്രൈവറ്റ് സ്കൂളുകളിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പണം വാങ്ങി ഞങ്ങളെ മാടിനെ പോലെ നടത്തുന്നത് തെറ്റല്ലേ സർ? ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളെ അപമാനിക്കുന്നത്, അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് പനിഷ്മെന്റ് തരിക, ഇതൊക്കെ തെറ്റല്ലേ സർ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് യാഴിനി എല്ലാ സ്റ്റുഡൻസിനും ലീഡറായിട്ട് വന്നത്. പിന്നീട് അവളായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടീച്ചേഴ്സിനെ കണ്ട് ഓടി ഒളിഞ്ഞ സ്റ്റുഡൻസ് എല്ലാവരും യാഴിനി പറയുന്നത് കേട്ട് ശ്രദ്ധയോടെ പഠിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് മാനേജ്മെന്റിന് ഭയങ്കര അസൂയായി. ആര് കാരണം? യാഴിനി കാരണം. അവൾ ഒറ്റ ഒരുത്തി കാരണം ഞങ്ങൾ എല്ലാവരും പേടിക്കാതെ പഠിക്കാൻ തുടങ്ങി. സാറിനറിയോ അവളുടെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞതെന്ന്? ഒരു സ്കൂൾ നന്നാക്കി അത് മുഖേന ഇവിടെയുള്ള എല്ലാ സ്കൂളും ഞാൻ നന്നാക്കുമെന്ന് അവള് ഞങ്ങളോട് പറഞ്ഞു. അവള് പറയുന്നത് കേട്ടാണ് ഞാൻ ഇത്ര ദൂരം സംസാരിക്കാൻ തുടങ്ങിയത്. മോളെ, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഏകദേശം 50% പ്രൈവറ്റ് സ്കൂൾസ് ആൾബലം, രാഷ്ട്രീയ ബലം, പണബലം, റൗഡീസിന്റെ ബലം ഇതൊക്കെ വെച്ചാ നടത്തുന്നത്. ഒരു പെണ്ണിനെ കൊണ്ട് ഇവരെ നേരാക്കാൻ പറ്റുമോ? അതെന്താ അച്ഛനെന്താ അങ്ങനെ പറയുന്നത്? ഒരു റൗഡിയെ എൻകൗണ്ടറിൽ കൊന്ന മറ്റുള്ള റൗഡികളൊക്കെ ജീവനും കൊണ്ട് മറ്റു സ്റ്റേറ്റിലേക്ക് ഓടാറില്ലേ? അച്ഛാ, ഇതൊക്കെ ഒരു ധാരണയാണ്. അത് ഒരാളെ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല. ഒരു വിത്താണ് പല ലക്ഷം നെല്ലായി മാറുന്നത്. എന്ന് വെച്ച് അവരെ എതിർക്കാൻ പറ്റുമോ മോളെ? ഒരു കാര്യം പറയട്ടെ സർ, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്കൂളിൽ 75% മുതൽ 80% കുറഞ്ഞ മാർക്ക് എടുത്ത സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകാറുണ്ടോ? ഇല്ലല്ലോ. ഇതിന്ന് മനസ്സിലാവുന്നില്ലേ അവരുടെയൊക്കെ ആവശ്യം എന്താന്ന്? ഇതേ ഒരു ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്ത കുട്ടികളെ അല്ലാതെ പാവപ്പെട്ടവർ, താഴ്ന്ന ജാതിക്കാർ, ഒന്നിനും കൊള്ളാത്ത കുട്ടികൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കുട്ടികളെ കൊണ്ടും സെന്റം വാങ്ങിപ്പിക്കാറില്ലേ? ഡിസ്ട്രിക്ട് ഫസ്റ്റ് വരുന്നുണ്ടല്ലോ, സ്റ്റേറ്റ് ഫസ്റ്റ് വരുന്നുണ്ടല്ലോ. ഗവൺമെന്റ് സ്കൂളാണ് ഏറ്റവും നല്ല സ്കൂൾ എന്ന് പറയാം. നല്ല കഴിവുള്ള അധ്യാപകർ, ഇവർക്കൊക്കെ വേണം സല്യൂട്ട് അടിക്കാൻ. ഇന്ന് 75% വിദ്യാർത്ഥികൾ മാനസിക രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേ ഗവൺമെന്റ് സ്കൂളിൽ ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ ഗെയിംസ് ഒക്കെ കളിച്ച് അവരുടെ മാനസികാവസ്ഥ നല്ല രീതിയിലാണ്. അവർക്കൊരു അസുഖം വരുന്നില്ലല്ലോ. ഇതുവരെ മോളുടെ സ്കൂളിൽ എന്താ പ്രശ്നം പറഞ്ഞിട്ടില്ല. അതൊന്നുമില്ല സാർ. 9th പോർഷൻസ് പഠിപ്പിക്കണം, +1 പോർഷൻ പഠിപ്പിക്കണം. 9th ആണ് 10th ബേസ്, 11th ആണ് 12th ബേസ്. ഇതൊന്നും അറിയാതെ എത്രയോ പ്രൈവറ്റ് സ്കൂളുകൾ തെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാരണം കുട്ടികൾ കോളേജിൽ പോയി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ജോലിക്കാണ് പോകുന്നത്. +1 +2 സംഭവിക്കുന്ന ഈ തെറ്റ് കാരണം മാത്രം. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് യാഴിനി ഇങ്ങനെയൊക്കെ ചെയ്തത്. പേരൻസിനോട് അവൾക്ക് ദേഷ്യമുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂൾ വേണ്ട, പ്രൈവറ്റ് സ്കൂൾ മതിയെന്ന്? പിന്നെന്തിനാ അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂന് വേണ്ടി ഞങ്ങളെ എല്ലാവരെയും സൂവിൽ കൊണ്ടുപോയി അടയ്ക്കുന്നത് പോലെ ആ സ്കൂളിൽ അടയ്ക്കുന്നത്? പഠിക്കുന്ന കുട്ടികൾ എവിടെയാണെങ്കിലും പഠിക്കും. പേരൻസ് ഇത് മനസ്സിലാക്കണ്ടേ? എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ സർ. പോട്ടെ, ബൈ. നടരാജ്, ഞാൻ എന്റെ മോളെ കാണുന്നില്ലെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോ നിങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ. താനൊന്ന് ശാന്തമായിട്ടിരിക്കടോ. ആ പെണ്ണിന് ഇതുവരെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല, അറിയാൻ പാടില്ല എന്നാ ഞാനും ഉണ്ടാതിരുന്നത്. പക്ഷെ ഒരു കാര്യം, അവള് പറഞ്ഞു വെച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്റെ മകൾ എവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട്. താൻ ഇവിടെ തന്നെ ഇരുന്നാ മതി. തന്റെ മകളെ ഞാൻ കൂട്ടിട്ട് വരാം. സമയമില്ല. നോക്ക, ഇനി ഒരു കുഴപ്പവും വരില്ലാന്നും പറഞ്ഞ് ഞങ്ങളുടെ മാഷ് പറയുന്നത് പോലെ അനുസരിച്ച് ഈ സ്കൂൾ കാര്യത്തിൽ തലയിടില്ലാന്ന് എഴുതി കൊടുത്തതിന് ശേഷം ഈ സ്ഥലം വിടുന്ന പൊയ്ക്കൊള്ളണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതാ നോക്ക്, നീ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ് വെറുതെ വിടുന്നത്. നിന്റെ സ്ഥാനത്ത് ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിലേ വെട്ടിനുറുക്കി എറിഞ്ഞേനെ. മര്യാദയ്ക്ക് എഴുതി കൊടുത്തിട്ട് പോ. ചെറിയ കുട്ടിയാണ്, ശാന്തമായി പറഞ്ഞ അവനൊന്നും ചെയ്യരുത്. ഞാൻ മനസ്സിലാക്കി കൊടുത്ത് നിങ്ങളുടെ സ്കൂളിൽ ഇടപാടുകൾ ഞാൻ നോക്കിക്കോളാം. പ്ലീസ് അവനെ വിട്ടേക്ക്. അയ്യോ, എടാ,
ഇവളുടെ അച്ഛൻ ഈ സ്ഥിതി കണ്ടിരുന്നെങ്കിലേ അയാളുടെ മനസ്സുടനെ മാറിയേനെ. നീ എന്തിനാ വന്ന് ഇതിൽ തലയിട്ട്? നീ എന്താ വലിയ ഹീറോ ആണോ? ഞാനൊരു സ്കൂൾ മാഷാണ്, എന്നോട് അല്പം ബഹുമാനം കാണിക്കണം. ഞാൻ പറഞ്ഞത് കേൾക്കുന്ന കരുതിയാ ഞാൻ അങ്ങോട്ട് വന്നത്. പ്ലീസ്. ഞങ്ങളുടെ സ്കൂള് ഈ കാര്യത്തിൽ എത്ര പേര് ഇടപെട്ടാലും എല്ലാത്തിനും അടിച്ചോടിക്കും. ഈ പെങ്കോച്ചിനെ കണ്ട് ഞങ്ങള് ഭയപ്പെടണമെന്നാണോ? 9ാം ക്ലാസ്സിലെ പാഠം 9ലാ പഠിക്കണമെന്നോ? 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പാടില്ലേ? അതെന്താണെന്ന് ചോദിച്ചാ ഇതിന് പറയുന്നത് പോലെ ഞങ്ങൾ കേൾക്കണം. വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോട് ഞങ്ങൾ സംസാരിക്കാൻ പാടില്ലേ? എല്ലാ കാര്യവും ഇവള് പറയും, അതുപോലെ ഞങ്ങൾ കേൾക്കണോ? ഞങ്ങളെന്താ അനാഥ വിദ്യാലയമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്ക്. പണമാണ് പണം. പണം കൊയ്യുന്ന തൊഴിലാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ഇവിടെ നിയമം ഉണ്ടാക്കും, ചോദിക്കുന്നവരെ വെട്ടും. നിങ്ങൾ നിയമം ഉണ്ടാക്കി ഞങ്ങളിത് ലംഘിക്കും. ഇവിടെയുള്ള എല്ലാ സ്കൂളുകളെക്കാളും ഞങ്ങളുടെ സ്കൂളായിരിക്കണം നമ്പർ 1. അപ്പോഴാ പണം വന്ന് കുമിയുള്ളൂ. അതേടാ, കുമയും കുമയും. അത് നശിപ്പിക്കാൻ നിൽക്കുന്ന ഈ പെണ്ണിനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല. സ്കൂള് പോലെ ആയിരിക്കണം. കുട്ടികൾ മൃഗങ്ങളല്ല. സ്കൂൾ നശിപ്പിക്കരുത്. മാതാപിതാക്കളുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ കാശ് വാങ്ങിച്ചിട്ട് അവരെ തന്നെ നിങ്ങൾ അപമാനിക്കരുത്. ഇപ്പോഴുള്ള എല്ലാ പ്രൈവറ്റ് സ്കൂളും ബിഹാർ ജയിലിലെ തടവുകാരെ പോലെയാണ് കുട്ടികളെ നോക്കുന്നത്. 10th പോർഷൻ എടുക്കുന്നു, 11th 12th പോർഷൻ എടുക്കുന്നു. ഇതെല്ലാം ചെയ്യാൻ എപ്പോഴാണ് നിങ്ങൾക്ക് ഗവൺമെന്റിന് ഓർഡർ കിട്ടിയത്? നീ എന്ത് ചെയ്യുന്ന പറയുന്നത്? കിടന്ന് ചിലക്കുന്നുണ്ടല്ലോ. എന്റെ മോളെ ഒന്ന് മിണ്ടാതിരിക്കുക കുറച്ചു നേരം. സാർ, നിങ്ങൾ ഇവന്മാരോട് സംസാരിച്ച് അപമാനപ്പെടണ്ട. സാർ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എടാ, രണ്ടിനെ കൊന്ന് വലിച്ചെറിയടാ. എന്ത് വേണമെങ്കിലും മരിക്കാൻ എനിക്ക് പേടിയില്ല. നിങ്ങളുടെ സ്കൂളും ഇവിടെയുള്ള എല്ലാ സ്കൂളും വേറെയാക്കാനാണ് തീരുമാനിച്ചത്. ഇപ്പൊ ഞാൻ മരിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്കൂളിന്റെ അടുത്ത് നിങ്ങൾ തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോടാ, നമുക്കെല്ലാം പറഞ്ഞു തരുന്നു. കൊന്നുകളടാ. വേണ്ട, അവളൊന്നും ചെയ്യരുത്. ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട മോളെ, ഞാൻ എന്ത് മറുപടിയാണ്? എടോ മാഷേ, പറയടച്ചോ. അല്ലെങ്കിൽ നിന്റെ ഗതി ഇത് തന്നെ ആയിരിക്കും. എടോ, അവനെ പിടിച്ച് വലിച്ചെറിയണം. നടരാജ്, എന്തുവാടാ യാഴിനി എവിടെ? തന്റെ മോള് വരും. അവള് വരൂന്നേ. എടോ, തന്റെ മോള് വരും. താൻ വീട്ടിലേക്ക് പൊക്കോന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോ. ചെല്ലടോ. നടരാജ്, നിനക്ക് എന്താ പ്രശ്നം? അല്ല, നീ ശ്രദ്ധിക്കണം കേട്ടോ. താൻ ചെല്ലേ. മകള് വന്നിട്ട് അവള് വരുമല്ലോ. വരൂടോ. നടരാജേ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. അത് പിന്നെ ഇനി ഇവിടെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു ജീവച്ഛവമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിട്ടു പോവുക. നീ പേടിക്കണ്ട. തെറ്റായ തീരുമാനങ്ങളൊന്നും ഞങ്ങൾ എടുക്കില്ല. ഞങ്ങളിങ്ങനെ പോവും. കാശി, രാമേശ്വരം, അങ്ങനെ ഒരു ദേശാടനം. പോകുന്നവരെ പോട്ടെ. എന്നെങ്കിലും ഒരു ദിവസം അവള് തിരിച്ചു വരുവാണെങ്കിൽ ഞങ്ങളെ കാണാതെ അവൾക്ക് കുറച്ചു നേരം പോലും നിൽക്കാൻ പറ്റില്ലല്ലോ. ഈശ്വര, ക്ഷമിക്കടോ. നിന്നോട് എന്തിനാണോ ക്ഷമിക്കുന്നത്? നീ എന്ത് ചെയ്യാനാ? നീ ദൈവമാണോ? നീ ഒരു മനുഷ്യനല്ലേ? പിന്നെ ചോറ്റാനിക്കര ഭഗവതി അമ്മയെയും നിന്നെയും വിശ്വസിച്ച് മാത്രമാണ് ഇങ്ങോട്ട് ഞങ്ങൾ വന്നത്. ആ ദേവിക്ക് ശക്തി ഉണ്ടെങ്കിൽ എന്റെ മോള് തിരിച്ചു വരും. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ യാതൊരു രഹസ്യം പാടില്ലടോ. ഞാനാണോ പാപം ചെയ്തത്? അങ്ങനെയൊന്നും നിനക്കിങ്ങനെ ഒരു സ്ഥിതി വന്നില്ലടോ. തനിക്കിങ്ങനെ ഒരു സ്ഥിതി വരാൻ ഞാനല്ലടോ കാരണമായത്. നമ്മൾ തമ്മിൽ എന്തിനാടോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്? എന്നെ വിശ്വസിച്ച കൊച്ചിനെ താൻ ഇങ്ങോട്ട് വന്നില്ലടോ. എന്നിട്ട് നിനക്കിങ്ങനെ ഒരു സ്ഥിതി വന്നല്ലടോ. ശരി ശരി ശരി, അതൊക്കെ ഓർത്ത് നീ വിഷമിക്കണ്ട. അതൊക്കെ പിന്നെ ഒരു അതിങ്ങ് തന്നെ. എന്താടോ ഇത്? നടരാജ, ഇതെന്റെ ജീവനാണ്. ഇത് ഞാൻ എന്റെ മോക്ക് വേണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ച 2 ഏക്കർ സ്ഥലത്തിന്റെ പത്രമാ.
പിന്നെ കുറച്ച് സ്വർണങ്ങൾ, ബാങ്കിൽ അവക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന പണം, അതൊക്കെ ഇപ്പൊ ഞാൻ നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണോ? എന്തിനാന്നോ? ഞാൻ എവള് ഇനി അങ്ങോട്ട് യാഴിനിക്ക് നീ അല്ലടാ അച്ഛൻ. ഈ പെങ്ങളാണ് അവളുടെ അമ്മ. നിങ്ങളുടെ മോള് യാഴിനിക്ക് സഹോദരിയും. അവളുടെ ആഗ്രഹം എന്താന്ന് അറിയോടാ നിനക്ക്? അച്ഛാ, ഞാനൊരു പ്രൈവറ്റ് സ്കൂള് തുടങ്ങാൻ പോവാണ്. അതുകൊണ്ട് എനിക്ക് കല്യാണമേ വേണ്ടെന്ന് അവള് പറഞ്ഞത്. എന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി തീരുന്നത് പോലെ ഒരു സ്കൂള് ഞാൻ തുടങ്ങി കാണിക്കു വച്ചാ എന്നാണ് അവള് പറഞ്ഞത്. ഇക്കാലത്തെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് വിഷം കുത്തിവെക്കുന്നത് പോലെയല്ലേ പഠിപ്പിക്കുന്നത്. എനിക്ക് ആ രീതിയൊക്കെ മാറ്റണം വച്ച എന്നാണ് അവള് പറഞ്ഞത്. എത്ര സന്തോഷത്തോടെ പറഞ്ഞ